നമസ്കാരം, സുമസാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി വീണ്ടും ഇന്റഗ്രേഷന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇന്റഗ്രേഷന്റെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ചേഞ്ചസ് പോലും കുട്ടികൾക്ക് മനസ്സിലാവത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല. ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു. ഈ dx ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് നമ്മളെല്ലാം കണ്ടിട്ടുള്ള ആൾക്കാരാണ്. സൈൻ എക്സിനെയും കണ്ടിട്ടുണ്ട്, കോസ് എക്സിനെയും കണ്ടിട്ടുണ്ട്, സൈൻ എക്സ് പ്ലസ് കോസ് എക്സും കണ്ടിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇതിങ്ങനെ ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്ന് മാത്രം അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ കുറെ കുഴപ്പം പിടിച്ച കുറച്ച് ട്രിക്കി പ്രോബ്ലംസുകൾ ഇന്റഗ്രേഷനിലുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഇത് എക്സാമിന് വരുമ്പോൾ പല കുട്ടികൾക്ക് എഴുതാൻ പറ്റാത്തത്. പിന്നെ നന്നായിട്ട് കാണാതെ പഠിച്ചൊക്കെ പോയ പ്രോബ്ലംസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓക്കെ, അതെങ്ങനെയൊക്കെ ഒപ്പിച്ചു വെക്കും. പക്ഷെ അല്ലാത്ത ദിവസം വന്നാൽ അവിടെ നമുക്ക് ചെയ്യാനേ പറ്റാത്ത രീതിയിൽ കൂടെ പെട്ടുപോകും. അങ്ങനത്തെ ഒരു പ്രോബ്ലം ആണിത്. നോക്കാം. dx ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, ഇതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന പുതിയ ചോദ്യങ്ങളാണ്. അപ്പൊ നമ്മൾ ആദ്യം വേണമെങ്കിൽ ഒന്ന് ഇതിനെ വൃത്തിയാക്കാം. dxനെ ഒന്ന് മാറ്റിയിട്ട് 1 ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഒന്ന് വൃത്തിയായിക്കൊണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പൊ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, ഇവിടെ ഇപ്പൊ 1 പ്ലസ് സൈൻ എക്സ് എന്നോ 1 പ്ലസ് കോസ് എക്സ് എന്നൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷെ സൈനും കോസും കൂടെ വന്നുകൊണ്ടാണ് ഇവിടെ പ്രോബ്ലം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ ഈ സൈൻ എക്സിന്റെ കൂടെ ഞാനൊരു 1 ബൈ റൂട്ട് 2 കൂടെ ചേർക്കുകയാണ് കേട്ടോ. ദാറ്റ് ഈസ് 1 ബൈ റൂട്ട് 2 സൈൻ എക്സ്, അവിടെയും അതുപോലെ 1 ബൈ റൂട്ട് 2 കോസ് എക്സ് എന്നുകൂടെ ചേർക്കുകയാണ് dx. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ പുറത്തോട്ട് ഒരു 1 ബൈ റൂട്ട് 2 കൊടുത്തു. അപ്പോൾ ഡിനോമിനേറ്റർ 1 ബൈ റൂട്ട് 2 കൊടുത്തപ്പോൾ ന്യൂമറേറ്ററും എന്ത് കൊടുത്തു? 1 ബൈ റൂട്ട് 2. വാല്യൂ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 2 ഇന്റഗ്രൽ 1 ബൈ, ഇവിടെ നോക്കിക്കുക, ദാറ്റ് ഈസ് സൈൻ എക്സ് ഇൻറ്റു ഈ സൈൻ എക്സ് ഇൻറ്റു ഈ 1 ബൈ റൂട്ട് 2 എനിക്ക് ഇങ്ങനെ എഴുതാം, കോസ് പൈ ബൈ 4. ശരിയല്ലേ? കോസ് 45. വാട്ട് ഈസ് കോസ് 45? 1 ബൈ റൂട്ട് അല്ലേ. അപ്പൊ കോസ് 45 ആർക്ക് പകരം? 1 ബൈ റൂട്ട് 2 പകരം പ്ലസ് ഇവിടെ അതുപോലെ തന്നെ ഈ കോസ് എക്സ് എഴുതിയ ശേഷം ഈ 1 ബൈ റൂട്ട് 2 സൈൻ പൈ ബൈ 4 എല്ലാം ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ചോണം. ഈ സൈൻ എക്സ് എഴുതി 1 ബൈ റൂട്ട് 2 വരെ കോസ് പൈ ബൈ 4, ഈ കോസ് എക്സ് എഴുതി ഈ 1 ബൈ റൂട്ട് 2 പകരം സൈൻ പൈ ബൈ 4. ഇതിപ്പോ നോക്കിക്കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ സൈൻ എക്സ് കോസ് പൈ ബൈ 4 പ്ലസ് കോസ് എക്സ് സൈൻ പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്നാണ് അർത്ഥം. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സൈൻ ഓഫ് ആരെന്ന് എഴുതാം? എ പ്ലസ് ബി എന്ന് എഴുതാം. ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു സിംഗിൾ ടേം ആക്കി നമുക്ക് മാറ്റാം. ദാറ്റ് ഈസ് 1 ബൈ റൂട്ട് 2 ഇൻറ്റു ഇന്റഗ്രൽ 1 ബൈ സൈൻ ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സ് ഡി എക്സ്. ഇങ്ങനെ നമുക്ക് ഇതിനെ എഴുതാം കേട്ടോ. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ക്യാൻ ബി സൈൻ ഓഫ് എ പ്ലസ് ബി. അങ്ങനെ ഒറ്റ ടേം ആക്കി. അപ്പൊ ഇത്രയും പകരം നമുക്ക് ഇത്ര എഴുതാൻ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 2 പുറത്തുണ്ട്. 1 ബൈ സൈൻ ബിക്കംസ് കൊസീക്. ഓക്കെ, ന്യൂമറേറ്ററിലോട്ട് കൊസീക്ക് പൈ ബൈ 4 പ്ലസ് എക്സ് എന്ന് നമുക്ക് എഴുതാം. അറിയാലോ 1 ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കൊസീക്ക്. ഇപ്പൊ നോക്കിക്കേ, ഇന്റഗ്രൽ കൊസീക് എക്സിന്റെ ഇന്റഗ്രൽ എന്തായിരുന്നു? ഇന്റഗ്രൽ കൊസീക് എക്സ്, ഇന്റഗ്രൽ കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് കൊസീക് എക്സ് മൈനസ് കോട്ട് എക്സ് എന്നാണ് കേട്ടോ. ഇന്റഗ്രൽ കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് കൊസീക് എക്സ് മൈനസ് കോട്ട് എക്സ് എന്നാണ്. ഇപ്പൊ ഇന്റഗ്രൽ കൊസീക്ക് പൈ ബൈ 4 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ നോക്കിക്കോണം, ദാറ്റ് ഈസ് ലോഗ് മോഡുലസ് കൊസീക്ക് പൈ ബൈ 4 പ്ലസ് എക്സ് പ്ലസ് മൈനസ് ദാറ്റ് ഈസ് കോട്ട് പൈ ബൈ 4 പ്ലസ് എക്സ്. തീർന്നു കേട്ടോ. ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് ഇത് കഴിഞ്ഞെങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. വേറെ മെത്തേഡ് ഇതിനും കൂടുതലാണ് കേട്ടോ. സൈൻ എക്സിനെ കോസ് എക്സിനെ ഒക്കെ മാറ്റി ചെയ്യാം. പക്ഷെ ഇത് നമുക്ക് ഏറ്റവും ഈസി മെത്തേഡ്. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരുന്നെങ്കിലേ പറ്റുള്ളൂ. ഈ പ്ലസ് മാറി മൈനസ് ആണെങ്കിലും ഈ മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. ഇതാണ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിനോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന മെത്തേഡ്. ഇതേപോലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കിട്ടും. നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വേണ്ടി ഫുൾ മാർക്കിനുള്ള രീതിയിലുള്ള ക്ലാസ്സും അതിനോടൊപ്പമുള്ള നോട്ട്സും പിന്നെ ക്വസ്റ്റ്യൻ പാക്കേജും കിട്ടും. റിവിഷൻ ക്ലാസ്സസ് ആയിട്ടാണ് തരുന്നത്. ജോയിൻ ചെയ്യാത്ത നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഗുഡ് ബൈ.